അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മുടെ ആനുവൽ എക്സാം കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ പേപ്പറൊക്കെ ക്വസ്റ്റ്യനൊക്കെ നിങ്ങൾ നോക്കിയിരിക്കും. നമ്മൾ പഠിച്ച ഭാഗത്തു നിന്നാണ് വന്നത്. നമുക്ക് ആ പേപ്പറിൻ്റെ ക്വസ്റ്റ്യനും ആൻസറും നോക്കാം. ഓക്കെ, അപ്പോൾ ഈ വർഷം വന്ന ക്വസ്റ്റ്യൻ പേപ്പർ, അതിലൊന്നാമത്തെ ചോദ്യം, ഒരു പദ്യം നിങ്ങൾക്ക് ഇഖ്റ അൽ അബയാത്ത് പദ്യം വായിക്കുക, വാജിബ് അൻ അസ്ഇലത്തിലാത്തിയത്തായ കൊടുത്ത ഉത്തരം ഇതാണ് പറഞ്ഞു. അപ്പോൾ ശരിക്കും പദ്യം വായിക്കാതെ അങ്ങനെ പദ്യം ശരിക്ക് വായിക്കാം. എന്നിട്ട് നമ്മൾ ചോദ്യം ഒന്ന് നോക്കിയേ. മുഫ്രദ് എന്താ? മുഫ്രദ് എന്ന് പറഞ്ഞാൽ സിംഗുലർ. എന്തിന്റെ സിംഗുലറാ? ഉലൂം, വിജ്ഞാനങ്ങൾ. അപ്പൊ ഇതിന് വിജ്ഞാനങ്ങൾ എന്ന ഉലൂം എന്നതിന്റെ മുഫ്രദ് ഏകവചന കിട്ടണ്ടേ. അപ്പോൾ ആദ്യം തന്നെ ഉണ്ട് ഇൽമ്. ഇതാ ഇവിടെ ആദ്യം തന്നെ അത് കാണാൻ കഴിയും, ഇൽമ് എന്ന്, അല്ലേ? വളരെ സിമ്പിളായിട്ട് നമുക്കത് കാണാൻ പറ്റും. വഫി ഇൽമി ലനാ നൂറുന്ന. അപ്പോൾ ആ ഇൽമ എന്ന പദം നമ്മൾ എടുത്താൽ മതി, ഇൽമ്. ഓക്കെ, അപ്പോൾ മുഫ്രദ് ഉലൂമിന്റെ മുഫ്രദ് എന്താ? ഇൽമ്. രണ്ടാമത്തത് മുളാരിയാണ്. മുളാരി എന്താ? പ്രസന്റ് ടെൻസാണ് മുളാരി. സാറ, അതേപോലെ ഇതിലുണ്ടോ? നസീറു, നമ്മൾ സഞ്ചരിക്കുന്നു. സാറ യസീറു, സാറ ഇവിടെ നസീറുന, നമ്മൾ. ഇനി വലതുൻ എന്നതിന്റെ ജംഅ്, വലത്, ഔലാദ്. ഇവിടെ ഉണ്ട് വലതുൻ ഔലാദ്, ജംഅ് പ്ലൂരൽ. ജംഅ് എന്ന് പറഞ്ഞാൽ പ്ലൂരൽ. ഇനി ലലാമുൻ, ലിദ്. ലിദ് എന്ന് പറഞ്ഞാൽ എന്താ? എതിർപദം. ലിദ് അതിന്റെ വിപരീത അർത്ഥം. ഇതിന്റെ വലാം, ഇരുട്ട്. ഇവിടെ നൂറുണ്ട്, പ്രകാശമുണ്ട്. ലിയാവാണ്, അങ്ങനെ കേൾക്കാം. അപ്പോൾ ലലാം, നൂറ്. പിന്നെ അഞ്ചാമത്തെ ചോദ്യമാണ് ലിമൻ നുലഖിനു അൽ ഇൽമ. ഇൽമിനെ ആർക്ക് വേണ്ടിയാണ് നമ്മൾ ഓതി കൊടുക്കുന്നത്, പറഞ്ഞു കൊടുക്കുന്നത്? ആർക്ക് വേണ്ടിയാ? ഇതാ നുലഖിനുഹു, നമ്മൾ ആ ഇൽമിനെ ചൊല്ലിക്കൊടുക്കുന്ന ആർക്കാണ്? ലി ഔലാദിൻ, കുട്ടികൾക്ക് വേണ്ടിയാണ്. ലി ഔലാദിൻ. അപ്പൊ ഈ ചോദ്യത്തിൽ തന്നെ വാക്ക് ഇവിടെ ഉണ്ടോ നോക്കിയാൽ മതി. ഇതാ നുലഖിനു ഇൽമ, നുലഖിനുഹു ലി ഔലാദിൻ. മാദാ നുഹല്ലിലു ബിൽ ഇൽമി, ഇൽമി കൊണ്ട് നമ്മൾ പരിഹരിക്കുന്ന എന്താ? ഹല്ലയുണ്ടോക്കി, ഹല്ലാദാ നഹുല്ലു, അല്ലേ? അപ്പോൾ നഹുല്ലു ബിൽ ഇൽമി, മാദാ നഹുല്ലു ബിൽ ഇൽമി, ഇൽമി കൊണ്ട് നമ്മൾ എന്താ പരിഹരിക്കുന്നത്? നഹുല്ലു ബിഹി ഖലായാണ്, നമ്മുടെ പ്രശ്നങ്ങളാണ്. അപ്പോൾ ഇങ്ങനെ ശരിക്കും പദ്യം വായിച്ചാൽ അതിന്റെ ചോദ്യം നമുക്ക് ചോദ്യത്തിന് ഉത്തരം എഴുതാൻ പെട്ടെന്ന് കഴിയും. ഓക്കെ, രണ്ടാമത്തെ നോക്കാം. രണ്ടാമത്തത് വന്നിരിക്കുന്നത് എന്താണ്? അതിൽ വന്നത് രണ്ടാമത്തെ അജിബ് അനിൽ ഇസ്നൈനി, രണ്ടെണ്ണത്തിന് ഉത്തരം എഴുതുക. ഇപ്പൊ ഇവിടെ ഒന്നാണ് റത്തിബ്, ഒന്ന് ഓർഡറിലാക്കാനാണ്. ഈ ഒരു ജുംലയാകുന്നവരെ ഹത്താ തുസീറുൽ ജുംല, ജുംലയാകുന്നപ്പോൾ ഇതിലിങ്ങനെ ഓരോ വാക്കുകളാണ്, ഇതൊരു ജുംലയാകണം. നമ്മൾ പഠിച്ചാണ്. എങ്ങനെ എല്ലാവരും പറഞ്ഞു നോക്കിയേ, എഴുതി നോക്കിയേ. അൽ ആലമു ബൈന, അതെ, അൽ ആലമു ബൈന തറാഫിൽ അനാമിൽ, തുമ്പിലാണ് ലോകം. അൽ ആലം ബൈന അത്റാഫിൽ അനാമിലി. രണ്ടാമത്തെ ഒരു പാഠത്തിന്റെ ഹെഡിങ് ആണ്. ഏതാ പാഠം? നോക്കിയ ആ പാഠം ഏതാ? 58ാമത്തെ പേജിലുള്ള ആ ഹിക്കായാണ്. ലൈതഹു ദഹബ ഇലൽ മദ്രസ, അല്ലേ? അവൻ മദ്രസയിലേക്ക് ഒന്ന് പോയിരുന്നെങ്കിൽ എന്ന് നമ്മൾ പറഞ്ഞ പാഠത്തിന്റെ ഹെഡിങ് ആണ്. അതങ്ങനെ തന്നെയാണ് വന്നത്. മൂന്നാമത്തെ ചോദ്യം, അതില് മൂന്നാമത്തെ ആ രണ്ടെണ്ണത്തില് നമ്മൾ എഴുതേണ്ടതില് രണ്ടാമത്തെ ചോദ്യം ഇഖ്റാത്തു സരീഹ വഖ്തർ അസ്സത്ര. സത്ര എന്താ? വരി. ആ വരി തിരഞ്ഞെടുക്കണം. ഇവിടെ ഉള്ള പ്രസ്താവന വായിക്കുക, ആ വരി തിരഞ്ഞെടുക്കുക, യോജിച്ച ഫിൽമന ആശയത്തിന്. അപ്പൊ ഇവിടെ ഒരു പ്രസ്താവന ഉണ്ട്, ഇവിടെ കുറച്ച് പദ്യമുണ്ട്. അപ്പൊ ഈ പദ്യത്തില് ഈ പ്രസ്താവനക്ക് യോജിച്ച വരി ഉണ്ട്. അപ്പോ അൽ ഇൻസാനു യസീറു സുൽത്താനൻ, മനുഷ്യന് രാജാവായി മാറും. എങ്ങനെ? ബിഇൽമിഹി, അവന്റെ അറിവ് കൊണ്ടും, വഅഫ്കാരിഹി, അവന്റെ ചിന്ത കൊണ്ടും. അപ്പൊ അതേ വരി വരുന്നുണ്ടോ? വബിൽ ഫിക്രി വബിൽ ഇൽമി യസീറുൽ മർഉ സുൽത്താന. അപ്പൊ അതല്ലേ, സുൽത്താനിലുണ്ട്, സാറ യസീറുണ്ട്, ഇൽമുണ്ട്. അപ്പോൾ ഏകദേശം ഇത് തന്നെ നമുക്ക് തിരിയും, അല്ലേ? അങ്ങനെ നോക്കുമ്പം ആ പെട്ടെന്ന് നമുക്ക് ഉത്തരത്തിൽ എത്താൻ പറ്റും. അപ്പം ഇതാണ് അതിന്റെ ഉത്തരം. പിന്നെ അടുത്ത ചോദ്യം ഇഖ്തർ മിൻ ലാത്തിയത്തി അത്തസാരിഹ സഹിഹ, ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കാനാവും.
അപ്പൊ നമ്മൾ വായിച്ചു നോക്കിയാൽ നമുക്ക് ഇങ്ങനെ തോന്നും എല്ലാം ശരിയാണ്. അത്തദ്ഖീൻ സ്മോക്കിംഗ്, യുഫ്സിദുൽ അസ്നാന ശരിക്കും പല്ലിനെ കേടാക്കുന്നു. അത്തദ്ഖീൻ സ്മോക്കിംഗ് യുഖവ്വി അൽ ജിസ്മ ശരീരത്തെ ശക്തിപ്പെടുത്തുന്നു. അത്തദ്ഖീൻ സ്മോക്കിംഗ് യദുറുൽ ഖൽബ ഹൃദയത്തെ കേടാക്കുന്നു, ഹൃദയത്തെ കേടാക്കുന്നു. അപ്പോൾ അത്തദ്ഖീൻ യഥാർത്ഥത്തിൽ ശരീരത്തിന് ശക്തി ഉണ്ടാക്കല്ല, ഹൃദയത്തിന് അത് കേട് വരുത്തുന്നില്ല. ശരിക്കും അത് ലെൻസിനാണ്. അപ്പം ഇവിടെ നമുക്ക് ഒന്ന് യോജിച്ചത് അത്തദ്ഖീൻ യുഫ്സിദുൽ അസ്നാൻ പല്ലിനൊക്കെ എന്ത് കറുത്ത് ലെവലേക്ക് ഇടാം. അപ്പോൾ ഇതാണ് അതിന്റെ ശരിക്കും ഉത്തരം. പിന്നെ അടുത്തത് മൂന്നാമത്തെ ആക്ടിവിറ്റിയിൽ 10ാമത്തെ ചോദ്യം സിൽ മുനാസിബ് യോജിച്ചത് എഴുതാനാണ്. യോജിച്ചത് എഴുതാൻ പറയുമ്പം നമുക്ക് എന്താണ് ചേരുംപടി ചേർക്കാന്ന് പറയല്ലേ. അപ്പൊ അത് നോക്കിയേ. വാട്സപ്പ് എന്ന് പറയുമ്പം അതൊരു സോഷ്യൽ മീഡിയ ആണ്. വാട്സപ്പ് വസായിലുൽ ഇജ്തിമാഇയ്യ. നവാൽ മെഹിനി നമ്മൾ പെട്ടെന്ന് കിട്ടുന്നില്ല. നമുക്ക് എന്ത് ചെയ്യാം, കൈലാസ് സത്യാർത്ഥി നമുക്കറിയാം, നല്ല കുട്ടികളുടെ പിന്നെ ബാലവേലക്കെതിരെയൊക്കെ പ്രവർത്തിച്ചതാ ഉമ്മാലത്തുൽ അത്ഫാൽ. അപ്പൊ പിന്നെ ബാക്കിയുള്ള രണ്ടാണ്. പിന്നെ വാൽമീകി നമുക്ക് ഷായറാണ്, നമുക്കറിയാം ഒരു കവിയാണ്. അപ്പം അത് ഇങ്ങനെ ഇങ്ങോട്ട് യോജിപ്പിക്കുക. അപ്പോൾ ഇതാണ് അതിന്റെ കറക്റ്റ് ആൻസർ. ഓക്കെ, അടുത്തത് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഒരു ചോദ്യം. ഈ ഫിക്ര വായിക്കുക, ഇഖ്റാൽ ഫിക്ര വഅൻശിമ മിൻഹ സലാസത അസ്ഇലതി ബിസ്തിഖ്ദാമി ബ്രാക്കറ്റ് കൊടുത്ത ഇത് ഉപയോഗിച്ച് 3 ചോദ്യം ഉണ്ടാക്കുക. അപ്പൊ നമ്മൾ ഈ പാരഗ്രാഫ് വായിക്കണം. ശരിക്കും പാരഗ്രാഫ് വായിച്ചാൽ പെട്ടെന്ന് ചോദ്യം കിട്ടും. ഈ എന്താ അവിടുത്തെ ചോദിച്ചിട്ട് മെൻ ഐന മാത, മെൻ ആര്, ഐന എവിടെ, മാത എന്ത്. അപ്പൊ നോക്കും, റഅ ഫുആദു വലദൻ യബീഉൽ ഹദറവാത്ത്, ഹദറവാത്ത് വിൽക്കുന്ന കുട്ടിയെ ഫുആദ് കണ്ടു. ഫിൽ മദീന എവിടെ, പട്ടണത്തിൽ. വകാന യൽബസ് ഖമീസൻ അവൻ ഖമീസ് ധരിച്ചിട്ടുണ്ട്, ധരിച്ചവനായിരുന്നു. അഹ്മർ ചുവന്ന, വന്ദലൂൻ പാന്റ് ഉണ്ട്, അസ്വദ് കറുത്ത. ഫസഅല ഫുആദ് ചോദിച്ചു അൻ അഹ്വാലിഹി അവന്റെ അവസ്ഥയെ പറ്റി. വഖല്ലസഹു അവനെ രക്ഷപ്പെടുത്തി മിനൽ അമ്മാലത്ത് ബാലവേലയിൽ നിന്ന്. ഇതൊക്കെ നമ്മൾ പഠിച്ചാണ്. അപ്പൊ നോക്കി വളരെ സുഖല്ലേ. മൻ ആര്, ആര് ഫുആദ് ആരെ കണ്ടു, അല്ലെങ്കിൽ കുട്ടിയെ ആര് കണ്ടു. മൻ റഅ വലദൻ ചോദിക്കാം, ഒരു ചോദ്യമാണ് ചോദിക്കാം. മൻ റഅ വലദൻ ഐന യബീഉൽ ഹളറവാത്ത് അല്ലെ ഐനൽ വലദ് ഐന യബീഉൽ ഹളറവാത്ത്. അത് നമുക്ക് ആ ചോദ്യം ഒന്ന് വൃത്തിയാക്കേണ്ടതുണ്ട്. ശരിക്ക് എവിടെയാണ് കുട്ടി ഹളറവാത്ത് വിൽക്കുന്നതെന്നാക്കാം. ഐന യബീഉൽ വലദു അൽ ഹളറവാത്ത്, എവിടെയാണ് ഇവിടെ വലതുമാണ്. ഐന യബീഉൽ വലദു എവിടെയാണ് കുട്ടി വിൽക്കുന്നത്, അൽ ഹളറവാത്ത് എവിടെയാണ്. പിന്നെ വേണം മാതക്ക് മാതാ സഅല ഫുആദ് എന്താ ചോദിച്ച് അൻ അഹ്വാലിഹി അവന്റെ അവസ്ഥയെ പറ്റി. അപ്പോൾ ഇങ്ങനെ ചോദ്യങ്ങൾ എന്ത് ചെയ്യാം നമുക്ക് ഉണ്ടാക്കാം. ഓക്കെ, പിന്നെ ഒന്ന് 12 ചോദ്യം ഒന്ന് തർജ്ജിമ ലുഗത്തിക നിങ്ങളുടെ ഭാഷയിലേക്ക് നിങ്ങളുടെ ട്രാൻസ്ലേറ്റ് ചെയ്യാം. അപ്പോൾ ഒന്നാമത്തെ അൽ അത്ഫാലു കൽ അസ്ഹാരി ഫിൽ ബുസ്താൻ നമ്മൾ പഠിച്ചാണ് പദ്യത്തിൽ. എന്താണ്, കുട്ടികൾ പൂന്തോട്ടത്തിലെ പൂക്കളെ പോലെയാണ്, പൂന്തോട്ടത്തിലെ പൂക്കളെ പോലെയാണ്. അൽ ഇൻസാനു യസീറു സുൽത്താനൻ ബിൽ ഇൽമ് അറിവ് കൊണ്ട് മനുഷ്യൻ രാജാവായി തീരും, അറിവുകൊണ്ട് മനുഷ്യൻ രാജാവായി തീരും. അൽ ഹയാത്തു മംലൂഅത്തുൻ ബിൻ നിഅമില്ലാ ജീവിതം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് നിറഞ്ഞതാണ്, അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് നിറഞ്ഞതാണ് ജീവിതം. അപ്പം ഇത് അൽ അത്ഫാൽ കുട്ടികൾ, പൂക്കളെ പോലെ, ഫിൽ ബുസ്താനി പൂന്തോട്ടത്തിൽ, അല്ലെ. അൽ ഇൻസാനു യസീറു സുൽത്താനൻ ബിൽ ഇൽമ് അൽ ഹയാത്തു മംലൂഅത്തുൻ ബിൻ നിഅമില്ലാ. അടുത്ത കമ്പിൽ അൽ മൻദൂമ, ഇത് നമ്മൾ പഠിച്ച പദ്യാണ്. നമുക്ക് ഓരോന്നുണ്ടാക്കി കൊടുക്കപ്പം നെഹ്നു അബ്നാ ഉൽ ബിലാദി നമ്മൾ ഈ രാജ്യത്തിന്റെ കുട്ടികളാണ്. നെഹ്നു അൻവാറുൽ ബിലാദി രാജ്യത്തിന്റെ ശോഭയാണ്, അല്ലെ പ്രകാശമാണ്. നെഹ്നു അലിയാ ഉൽ ബിലാദ് ഉണ്ടാക്കാം, നെഹ്നുവിടെ ചോർത്ത് കൊടുക്കാം ഇവിടെ. അതുപോലെ നെഹ്നു കൊണ്ട് നമുക്ക് ഓരോന്ന് ഉണ്ടാക്കാം. അപ്പം വേണമെങ്കിൽ വേണം എന്താ അസ്മാറുൽ ബിലാദ് നമ്മൾ ഈ രാജ്യത്തിന്റെ ഫലങ്ങളാണ്. നെഹ്നു അതുപോലെ നെഹ്നു അംജാദുൻ ഈ രാജ്യത്തിന്റെ മിടുക്കന്മാരാണ്. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം,
അല്ലെ ഈ രാജ്യത്തിന്റെ മജ്ജിദ് ശ്രേഷ്ഠത വർദ്ധിപ്പിച്ച ആൾക്കാരാണ്. നെഹ്ന അസ്ഹാറുൽ ബിലാദ് അങ്ങനെ നെഹ്ന വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നെഹ്ന ഔലാദുൽ ബിലാദ് ഇങ്ങനെ ഉണ്ടാകും. ഇനി ഇവിടെ കൊടുത്തത് ഉദാഹരണത്തിൽ പറഞ്ഞതുപോലെ നമ്മൾ ഒന്ന പാഠം അപാദ്യ ഭാഗത്തുള്ള സംഗതിയാണ്. കാനൽ കൽ മിസ്മാറു ആണി ഈ ഈർച്ചവാളിനോട് പറയാണ് അനഅക്റമു മിൻക, ഞാൻ നിന്നെക്കാളും മാന്യനാണ്. അക്റമു അഫഅലു വസിൽ, അഫഅലു വസിലാണ്. അപ്പോ ശരിയ അസ്റഉ, അസ്റഉ അന അസ്റഉ, ഖവിയ അഖ്വ, ജമീല് അജ്മലു, അജ്മലു മിൻക, നിന്നെക്കാളും ഭംഗിയുള്ളതാണ്. അപ്പോൾ പിന്നെ ഈ തീവണ്ടി കാറിനോട് പറയാണ് ഞാൻ നിന്നേക്കാൾ സ്പീഡുള്ളതാണ്. സിംഹം മുയലിനോട് പറയാണ് അഖ്വ, ഞാൻ നിന്നേക്കാളും ശക്തിയുള്ളതാണ്. ബുൽബുൽ ദീക്കിനോട് കോഴിയോട് പറഞ്ഞ എന്താണ്, അജ്മലു, ഞാൻ നിന്നേക്കാളും ഭംഗിയുള്ളവളാണ്, ഭംഗിയുള്ളവനാണ്. അങ്ങനെ അഫ്ആൽ വസ്ന് പറയാം, തഫ്ളീൽ. പിന്നെ പറഞ്ഞത് ഉദാഹരണത്തിലെ പോലെ ഇതാണ്. നമുക്ക് അറിയാം അക്ഷരങ്ങൾ എഴുതുന്ന സമയത്തുള്ള നിയമങ്ങൾ അല്ലേ. അതിൽ സനത്ത് വരുന്ന സമയത്ത് അതിനോട് അടുത്തുള്ളതും അതേ അതിനെ വരിക, സ്ത്രീലിംഗമായിട്ടാ വരിക. അപ്പൊ ആദ്യത്തെ എന്ത് ചെയ്യും, പുല്ലിംഗ രൂപത്തിൽ വരും. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, സലാസ അഷറത്ത സന എഴുതാം. ഇവിടെ വേണമെങ്കിൽ ആദ്യത്തെ സ്ത്രീലിംഗം ആക്കിയാൽ സബഅത അഷറ ആമാക്കാം. സിത്ത അഷറത്ത സന, ഇത് സനത്താവുമ്പോ അഷറത്ത, ആമാവുമ്പോ അഷറ, സനത്താവുമ്പോ അഷറ. അപ്പൊ ഇത് ഇവിടെ മാറും. ഇവിടുത്തെ സനത്താണെങ്കിൽ നേരെ ഇവിടെ അതിന്റെ ഓപ്പോസിറ്റ് ആണ്. ഇവിടെ പുല്ലിംഗാണെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് ഇവിടെ സ്ത്രീലിംഗാവും. അപ്പോൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കാം. ഇനി ജുംല ഉണ്ടാക്കാൻ വളരെ സിമ്പിൾ ആയ ചോദ്യമാണ്. ഫിൽ ഖറിയത്തി ഹഖ്ലുൻ വാസിഉൻ, ഇതൊക്കെ ഉപയോഗിച്ച് ഉണ്ടാക്കിയാണ്. അപ്പം ആണെങ്കിൽ എന്ത് ചെയ്യാം, ഇനി ഫിൽ ഹദീഖത്തി നമുക്ക് ഉണ്ടാക്കാം. ഫിൽ ഹഖ്ലി റുസ്സുൻ, ഹഖ്ലിൽ റുസ്സ് എന്ന് പറയാം. ഫിൽ ഹദീഖത്തി അസ്ഹാറുൻ എന്ന് പറയാം, അസ്ജാറു എന്ന് പറയാം. ഫിൻ നഹരി സമഖുൻ പറയാം. അങ്ങനെ ഇത് ഉപയോഗിച്ച് നമുക്ക് സെന്റൻസുകൾ ഉണ്ടാക്കാം. മറ്റൊന്ന്, ഒരു കവിയുടെ ജീവിതത്തെ പറ്റി ഇവിടെ ഒരു ബയോഡാറ്റ നൽകിയിട്ടുണ്ട്. ആരാണ്? ബുലിദ അഹമ്മദ് ഷൗക്കി ഫി ഖറിയത്തി സന 1868 ജനിച്ച അഹമ്മദ് ഷൗക്കിയെ പറ്റി പറയാണ്. അദ്ദേഹത്തിന് ലുഖിബ ബി അമീർ ഷുറ എന്നുള്ള ഒരു സ്ഥാനപ്പേരുണ്ട്. അല്ലഫത് കസീറൻ മിനൽ അശ്ആരി ലിൽ അത്ഫാൽ, കുട്ടികൾക്ക് വേണ്ടി ധാരാളം കവിതകൾ രചിച്ചിട്ടുണ്ട്. വമിൻ അശ്ഹുരി ഖസായിദിഹി, അദ്ദേഹത്തിന്റെ ഖസീദയിലെ ഏറ്റവും പ്രസിദ്ധമായത് പെട്ടതാണ് നഷീദുൽ മിസ്ർ. ഈ കവിത നഷീദുൽ മിസ്ർ എന്ന കവിത. തൂഫിയ ഷായർ, മരണപ്പെട്ടത് കൈറോയിലാണ് 1932. അപ്പൊ ഇദ്ദേഹത്തെ പറ്റിയുള്ള എന്താ ഉണ്ടാക്കണം, അബ്ബി ഇസ്തിമാറ, ഇസ്തിമാറ ഉണ്ടാക്കണ്ടേ. ഇസ്തിമാറിന്റെ എല്ലാ ഫോം കൊടുത്തണ്. ഇസ്മുൽ കാമിൽ നമുക്കറിയാം എന്താ, ഫുൾ നെയിം എഴുതുക. പിന്നെ ഇവിടെ വിട്ടുപോയത് എന്താണ്, കാഹിറ വന്നാണ്, സ്ഥലം വന്നാണ്. അപ്പൊ മക്കാനുൽ മീലാദ്, എവിടെ ജനിച്ചത്. ആമുൽ മീലാദ്, എന്നാ ജനിച്ചത്, ആമുൽ മീലാദ് ഇവിടെ ഉണ്ട്, ആമുൽ മീലാദ് ഇവിടെ ഉണ്ട്. ലഖബ് ഇവിടെ ഉണ്ട്, ലഖബ് അമീർ ഷുറ. പിന്നെ ഇവിടെ ഡേറ്റ് ഉണ്ട്. അപ്പോൾ ഡേറ്റ് വഫാത്തിന്റെ ഡേറ്റ് ആണ്. അപ്പം വഫാത്ത് ആമുൽ വഫാത്ത്. എവിടെയാ മരിച്ചത്, മക്കാനുൽ വഫാത്ത് എവിടെയാ, ഇവിടെ ഉണ്ട് മക്കാനുൽ വഫാത്ത്. മരിച്ചത് തൂഫിയ ഷാരിഫിൽ കാഹിറയിലാണ്. അപ്പം ഈ പാരഗ്രാഫ് വായിച്ചാൽ തന്നെ അതിന്റെ ഉത്തരം കിട്ടും. അടുത്തത് വന്നത് ഓർഡർ ആക്കാനാണ്. മയ്യിസ്, വേർതിരിക്കുക. ഈജാബിയാത്തും സെൽബിയാത്തും നമ്മൾ പഠിച്ചാണ്. ഈജാബിയാത്ത് പോസിറ്റീവ്, സെൽബിയാത്ത് എന്താ, നെഗറ്റീവ്. അപ്പൊ ഈജാബിയാത്ത് സെൽബിയാത്ത്. അപ്പൊ അങ്ങനെ ഒരു 2 കോളാക്കി തിരിച്ചിട്ട് ഈജാബിയാത്ത് ഒന്നിലും സെൽബിയാത്ത് ഒന്നിലും എഴുതിയാൽ. അപ്പൊ ഈജാബിയാത്ത് എന്ന് പറഞ്ഞാലൊക്കെ പോസിറ്റീവ് ആയിക്കണം. ഇപ്പൊ ഇൻഹിറാഫാത്തു സുലൂഖിയ, നമ്മുടെ സ്വഭാവത്തെ ഒക്കെ മോശാക്കും, അത് മോശമാണ്, അത് നെഗറ്റീവാണ്. തക്സീറുൽ മുസാഫാത്ത്, ഈ ദൂരമുള്ളത് കുറക്കും, അത് പോസിറ്റീവാണ്. ളിയാഉൽ ഔഖാത്ത്, സമയമൊക്കെ വേസ്റ്റ് ആക്കും, അതെന്താണ്, നെഗറ്റീവാണ്. ജംഉൽ മാലൂമാത്ത്, അതെന്താ, പോസിറ്റീവാണ്, എന്ത്, ഈജാബിയാത്താണ്. നശ്റുൽ അകാദിബ് ബൈനൻ നാസ്, ജനങ്ങൾക്കിടയിൽ ഈ ഫേക്ക് ന്യൂസുകൾ വ്യാപിക്കും, അത് നെഗറ്റീവാണ്. തഖരീബുൽ ബഈദ്, ദൂരമുള്ളതിനെ അടുപ്പിക്കും, അത് പോസിറ്റീവാണ്. തലവുസുൽ ഫിക്രി, ചിന്തയെ മലിനമാക്കും, അത് നെഗറ്റീവാണ്. നഖുലുൽ മആരിഫ്, ഡാറ്റ ട്രാൻസ്ഫറിങ്, അങ്ങനെ ഡാറ്റകളൊക്കെ നമുക്ക് മാറ്റാൻ പറ്റും, അത് പോസിറ്റീവാണ്. അപ്പം പോസിറ്റീവ് ആയത് നമ്മൾ ഇങ്ങനെ എടുത്തു നോക്കിയാലും പോസിറ്റീവ് മാത്രം ഒന്ന് ശരിയിടാം. അപ്പം ബാക്കിയുള്ളത് നെഗറ്റീവ് ആണെന്ന് എന്ത് ചെയ്യണം, നമ്മൾ ഗസ് ചെയ്യണം അല്ലേ. അപ്പം ഒന്ന് നോക്കാം നമുക്ക് പോസിറ്റീവായ സംഗതികളെ കേൾക്കാൻ. ഒന്ന്
തഖ്സീമുൽ മുസാഫാത്ത്, 2 ജംഉൽ മാലൂമാത്ത്, 3 തഖ്രീബുൽ ബഈദ്, 4 നഖ്ലുൽ മആരിഫ്. ഇത് 4 എന്താണ് പോസിറ്റീവാണ്, അടുത്ത 4 നെഗറ്റീവാണ്. അറിയാം. ഓക്കെ. ഇനി ഇവിടെ പറഞ്ഞിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി എന്താണ്? ഒരു ജദുവൽ തന്നിട്ടുണ്ട്, അതിൽ നിന്ന് ഉത്തരം ഉണ്ടാക്കുക, ചോദ്യത്തിന്റെ ഉത്തരം ഉണ്ടാക്കുക. ജദുവൽ എന്ന് പറഞ്ഞാൽ ഇതാണ്, കള്ളിയിലുള്ളതാണ് ജദുവൽ, ഈ കോളത്തിലുള്ളത്. എന്താണ് അപ്പൊ ഇത് ശരിക്കും വായിക്കാം. വാൽമീകി മിസ്രിയാണ്, കവിയാണ്. അവരുടെ ഗ്രന്ഥം ദാത്തു മറത്താണ്. വൈക്കം മുഹമ്മദ് ബഷീർ കോട്ടയത്തുള്ള ജനിച്ച ആളാണ്, ബേപ്പൂർ സുൽത്താൻ അറിയപ്പെടുന്നുണ്ട്. അദ്ദേഹത്തിന്റെ കൃതി എന്താണ്? പാത്തുമ്മന്റെ ആടാണ്. മൊഹീദ്ദീൻ ബിനു ഖൈറുദ്ദീൻ എന്ന് പറഞ്ഞ് മക്കത്ത് ജനിച്ചു. അബുൽ കലാം എന്ന അദ്ദേഹത്തിന്റെ സ്ഥാനപ്പേര്. തർജുമാനുൽ ഖുർആൻ അല്ലേ, അബുൽ കലാം ആസാദ് അല്ലേ. അപ്പൊ നോക്കി, ലഖബ് വൈക്കം മുഹമ്മദ് ബഷീർ. മുഹമ്മദ് ബഷീറിന്റെ ലഖബ് എന്താ? അപ്പൊ വൈക്കം മുഹമ്മദ് ബഷീറിനെ എടുത്തിട്ട് ഇദ്ദേഹത്തിന്റെ ഇവിടെ നോക്കുക, ലഖബ് പറഞ്ഞു. ആ ലഖബ് ഇവിടെ ഉണ്ട്, വൈക്കം മുഹമ്മദ് ബഷീർ. അപ്പൊ ലഖബിന് നേരെ താഴത്ത് എന്താ? ബേപ്പൂർ സുൽത്താൻ. അപ്പൊ ഉത്തരം കിട്ടി. 2 മൻ മുഅല്ലിഫു തർജുമാനുൽ ഖുർആൻ. തർജുമാനുൽ ഖുർആൻ മുഅല്ലിഫ്. അപ്പൊ മുഅല്ലഫാത്ത് പോവാം, എന്നിട്ട് തർജുമാനുൽ ഖുർആൻ നോക്കുക. അപ്പൊ തർജുമാനുൽ ഖുർആൻ ഉണ്ട്. അപ്പൊ അതിന്റെ നേരാരാ? മുഹീദ്ദീൻ ബിൻ ഖൈറുദ്ദീൻ. ഇനി ഷാഇറത്തുൻ മിസ്രി. അപ്പോ ജനിച്ച സ്ഥലത്ത് മിസ്റിൽ പാരാ? മക്കത്ത്, കോട്ടയം, മിസ്ർ ആരാ? വാൽമീകി. ഇനി അവസാനത്തെ ഇഖ്തർ തെരഞ്ഞെടുക്കും മിൻ ജദുവലിൽ നിന്ന് അദീബൻ, ഒരു അദീബിനെ, മഷ്ഹൂറൻ അറിയപ്പെട്ട, കേരളത്തിൽ അറിയപ്പെട്ട ഒരു സാഹിത്യകാരനെ തിരഞ്ഞെടുക്കും. അപ്പോൾ സാഹിത്യകാരന് കേരളക്കാരനെ ഇവിടെ കോട്ടയത്തുള്ള ഒരാളുള്ളൂ. കേരളം എന്ന് പറഞ്ഞാൽ കോട്ടയം അല്ലെ, നമ്മളെ സംസ്ഥാനത്തുള്ളത് മിസ്രല്ല, മക്കല്ല, അപ്പോൾ കോട്ടയം. അപ്പോൾ വൈക്കം മുഹമ്മദ് ബഷീർ. അപ്പൊ അങ്ങനെ നമുക്ക് ഉത്തരത്തിലേക്ക് എത്താം. അവസാനത്തെ ചോദ്യം, ഇവിടെ ഒരു മഫ്കൂദ് മിസ്സിംഗ് ആണ്. ഈ മിസ്സിങ്ങിനെ നമുക്ക് എന്ത് ചെയ്യണം? ആൺകുട്ടി നഷ്ടപ്പെട്ടതിന്റെ ഒരു പരസ്യം ഇവിടെ ഉണ്ട്. നമുക്ക് പെൺകുട്ടി നഷ്ടപ്പെട്ട ഒരു പരസ്യം ഉണ്ടാക്കണം. വളരെ സിമ്പിളാണ്. ആ വലതുന്നുള്ളത് മാറ്റിയിട്ട് അവിടെ ബിന്ത് കൊടുത്താൽ മതി. അപ്പൊ ബിന്ത് വരുമ്പോ എന്ത് ചെയ്യും? ചില മാറ്റങ്ങൾ ഫിഅലിൽ വരും. ഫുഖിദ എന്നുള്ളത് ഫുഖിദത്ത്, ബിന്തൻ. യു എന്നുള്ളത് തുസമ്മ, പേര് നമുക്ക് കൊടുക്കാം. പേര് നമുക്ക് എന്താ? ഒരു ഫാത്തിമ കൊടുക്കാം. യൗമൽ ഒക്കെ അങ്ങനെ കൊടുക്കാം. വഹുവ മാറും, വഹിയ ദാരിസത്തുൻ ഫിൽ മദ്റസത്തിൽ ഹുകൂമിയത്തി ബികാലികൂത്ത്. വഖദ് ലബിസ മാറും, ലബിസത്ത് ഖമീസൻ അബിയള ബന്ദലൂൺ. അതിൻ്റെ പാവാട അങ്ങനെ ബാക്കി മതി. അതെങ്ങനെ ഇടാം, അസ്ഫർ ഇടാം. ബാക്കിയൊക്കെ യുർജി മിമ്മൻ യഅസറു അലൈഹാ അൽ അഖ്ബാർ ഫി ഖരീബ്. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നമുക്കത് എൻ്റെ ഉത്തരം കിട്ടും. അപ്പം ഫുഖിദത്ത്, പെണ്ണാകുമ്പം വരുന്ന മാറ്റങ്ങൾ, ഫിഅലിൽ വരുന്ന മാറ്റം, അതിൽ മാറ്റങ്ങൾ മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് വൃത്തിയായിട്ട് എന്ത് ചെയ്യാം? ഈ സെന്റൻസ് മാറ്റി എഴുതാൻ പറ്റും. അപ്പം ഇങ്ങനെ നമ്മൾ ഇനിയും പ്രിപ്പറേഷൻ നടത്തുക. അടുത്ത ക്ലാസ്സുകളിലും ഏറ്റവും ഭംഗിയായി പരീക്ഷ എഴുതാൻ വേണ്ടി ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ഖൈറും ബർക്കത്തും നൽകട്ടെ. അസ്സലാമു അലൈക്കും.